2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിൻ്റെ 3 എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ നോക്കുന്നില്ല, കാരണം ഞാൻ മാത്തമാറ്റിക്സിൽ അത്ര ഫ്ലൂവൻ്റ് അല്ല, എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 23 24 മാത്രമാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോർട്ട്ഫോളിയോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞോളം വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ വീക്ക്നെസ് ഓഫ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്, അതിൻ്റെ വീക്ക്നെസ്സും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോർട്ട്ഫോളിയോ എന്താണെന്നുള്ളത് ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയാം. ഇപ്പോൾ പോർട്ട്ഫോളിയോ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതൊരു സിസ്റ്റമാറ്റിക് അതുപോലെ തന്നെ പർപ്പസ്ഫുൾ കളക്ഷനാണ് ഓഫ് സ്റ്റുഡൻറ്റ് വർക്ക്, കുട്ടികളുടെ വർക്ക്സിൻ്റെ. അതെന്തൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദെയർ ലേണിംഗ് ജേർണി ഓവർ ടൈം, അവരുടെ ലേണിംഗ് ജേർണി ഓവർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഇതിൽ പല റേഞ്ച് ഓഫ് മെറ്റീരിയൽസും നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് അസൈൻമെൻറ്റ്സ്, പ്രോജക്ട്സ്, എസ്സേസ്, ആർട്ട് വർക്ക്സ്, സെൽഫ് അസസ്മെൻറ്റ് ആൻഡ് ഈവൻ ടീച്ചർ ഫീഡ്ബാക്ക് വരെ ഇതിലുണ്ട്. ഇപ്പോൾ പോർട്ട്ഫോളിയോ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ ആർ യൂസ്ഡ് ആസ് ടൂൾസ് ടു ഡോക്യുമെൻറ്റ് ലേണിംഗ് പ്രോഗ്രസ്സിനെ ഡോക്യുമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിഫ്ലക്ഷൻ എൻകറേജ് ചെയ്യാൻ, അതുപോലെ തന്നെ അക്കാദമിക് ആൻഡ് പേഴ്സണൽ ഗ്രോത്തിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൊരു ഷിഫ്റ്റ് ഉണ്ട്. ഫ്രം ഫോക്കസ് ഇൻ ദ ഫോക്കസ് ദർ ഇസ് എ ഷിഫ്റ്റ് ഫ്രം ടെസ്റ്റ് ബേസ്ഡ് പെർഫോമൻസിൽ നിന്നും കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് നമുക്കിവിടെ കാണാം. കുറച്ചും കൂടി വിശാലമായിട്ടുള്ളൊരു അസസ്മെൻ്റാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലേണറിൻ്റെ എബിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള കുറച്ചും കൂടെ ഒതൻറ്റിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഇവിടെ കാണാം. ഇനി ഇതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. ആദ്യം ഇതൊരു ഡോക്യുമെൻറ്റേഷൻ ഓഫ് ലേണിംഗ് ആണ്. അതായത് പോർട്ട്ഫോളിയോൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഡോക്യുമെൻറ്റ് സ്റ്റുഡൻറ്റ് ലേണിംഗ്. അതായത് അവരുടെ വർക്കിൻ്റെ സാമ്പിൾസൊക്കെ അത് പല ടൈമിൽ, ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല, ഒരു ഓവർ ടൈമിൽ അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ചെയ്യുന്ന വർക്ക്സിൻ്റെ സാമ്പിൾസൊക്കെ എടുത്തിട്ട് എത്രത്തോളം അവർ ലേൺ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഇത് പെർട്ടിക്കുലർലി വാല്യുബിൾ ആവുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ കൂടുതലായിട്ട് വേണ്ടി വരുന്ന സബ്ജക്ട്സ് ലൈക്ക് ലാംഗ്വേജ്, ആർട്സ്, സോഷ്യൽ സയൻസസ്. അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു ടാഞ്ചിബിൾ മീൻസ് നമുക്ക് തൊട്ടറിയാവുന്ന ഒരു ടൈം ലൈൻ ഓഫ് ദിയർ അക്കാദമിക് ഡെവലപ്മെൻറ്റ്. നമുക്കത് പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടിയുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്. ഇനി അടുത്തത് എൻകറേജിങ് സെൽഫ് അസസ്മെൻറ്റ് ആൻഡ് റിഫ്ലക്ഷൻ. പോർട്ട്ഫോളിയോ സെൽഫ് അസസ്മെൻറ്റും റിഫ്ലക്ഷനും ഒക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് അവരുടെ ഓൺ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് ഇതിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഫ്യൂച്ചർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഗോൾസും സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, സെൽഫ് അവയർനെസ്, റെസ്പോൺസിബിലിറ്റി ഫോർ വൺസ് ഓൺ ലേണിംഗ് ഒക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റിഫ്ലക്ഷൻ എൻട്രീസ് ഉണ്ടാവും പോർട്ട്ഫോളിയോയിൽ. അത് കുട്ടികളെ ഇൻറ്റേർണലൈസ് ചെയ്യാൻ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവരെന്താണ് ലേൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ കണ്ടൻറ്റ് മെമ്മറൈസേഷൻ അല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി സ്റ്റുഡൻറ്റ് ഓണർഷിപ്പിന് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു സെൻസ് ഓഫ് ഓണർഷിപ്പ്, അവരുടെ ഓൺ ലേണിംഗ് അല്ലെങ്കിൽ ഓവർ ദെയർ ലേണിംഗ് ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ സെലക്ടിങ് വിച്ച് പീസസ് ഓഫ് വർക്ക് ടു ഇൻക്ലൂഡ്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, അവരുടെ ചോയ്സസിനെ അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാം, അതുപോലെ തന്നെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോ ആക്ടിവിറ്റിയിൽ നിന്നും അവരെന്താണ് ലേൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, എൻഗേജ്മെൻറ്റ്, മോട്ടിവേഷനൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ പർപ്പസാണ് ഫെസിലിറ്റേറ്റിംഗ് ഹോളിസ്റ്റിക് അസസ്മെൻറ്റ്. അതായത് ഒരു ടോട്ടൽ അസസ്മെൻ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ട്രഡീഷണൽ അസസ്മെൻറ്റ്സിൽ ജസ്റ്റ് എക്സാംസും ക്യൂസസും മാത്രമായിരുന്നു, അത് റോട്ട് മെമ്മറൈസേഷനിലാണ് ഫോക്കസ് ചെയ്തത്. പക്ഷേ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് അസസ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. അതായത് ആ സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു കോംപ്രിഹെൻസീവ് പിക്ചർ തന്നെ പോർട്ട്ഫോളിയോയിലൂടെ നമുക്ക് കിട്ടും. വേരിയസ് ഡയമെൻഷൻസ് ഇവിടെ അസസ് ചെയ്യുന്നുണ്ട്: ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് കൊളാബറേഷൻ. അപ്പോൾ ടീച്ചറിന് അക്കാദമിക് സ്കിൽസും പേഴ്സണൽ ഡെവലപ്മെൻറ്റും ത്രൂ പോർട്ട്ഫോളിയോ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് പോർട്ട്ഫോളിയോസ് ടീച്ചേഴ്സിനെ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് നീഡ്സും ലേണിംഗ് സ്റ്റൈൽസും മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എഡ്യൂക്കേറ്റേഴ്സിന് അവരുടെ ടീച്ചിങ് മെത്തേഡ്സ് ഇങ്ങനെ പല തരത്തിലുള്ള ലേണേഴ്സിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് ടൈലർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റുഡൻസ് ചിലർ എന്ത് ചെയ്യും, വിഷ്വൽ റെപ്രസെൻറ്റേഷനിലായിരിക്കും അവർക്ക് കൂടുതൽ കാപ്പബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ അവരവരുടെ അണ്ടർസ്റ്റാൻഡിങ് എക്സ്പ്രസ് ചെയ്യുന്നത് ഡയഗ്രാംസിലൂടെയോ ഇൻഫോഗ്രാഫിക്സിലൂടെയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലേണേഴ്സിനെ അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ലേണിംഗ് സ്റ്റൈൽസ് ഉള്ള ലേണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോർട്ട്ഫോളിയോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കമ്മ്യൂണിക്കേഷനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പാരൻസ് ഇവരുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ പാരൻറ്റ് ടീച്ചർ കോൺഫറൻസസിൽ ഒരു കുട്ടിയുടെ വർക്കും ആ കുട്ടിയുടെ പ്രോഗ്രസ്സും ഒക്കെ കാണിക്കാൻ വേണ്ടി പോർട്ട്ഫോളിയോസ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ അസസ്മെൻറ്റ് പ്രോസസ്സിനെ കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആക്കുന്നുണ്ട്. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് അബൌട്ട് ലേണിങ്ങിനെയൊക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പ്രിപ്പറേഷൻ ഫോർ ഫ്യൂച്ചർ കരിയർ.
അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ സെറ്റിങ്സിലാണെങ്കിലും പലപ്പോഴും പോർട്ട്ഫോളിയോ ഉപയോഗിക്കുന്നത് അവരുടെ സ്കിൽസും അച്ചീവ്മെൻറ്റ്സും ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ്. അപ്പോൾ പോർട്ട്ഫോളിയോ സ്കൂളിൽ യൂസ് ചെയ്യുന്നതോടുകൂടി ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ഹാബിറ്റ്സും കുട്ടിയെ നമുക്ക് എന്തിനു വേണ്ടി ഡെവലപ്പ് ചെയ്യാം, അവരുടെ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് ഫ്യൂച്ചർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ ലൈഫിനൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളൊരു ഹാബിറ്റ്. ഇപ്പോൾ ഒരു ആർട്ട് സ്റ്റുഡൻറ്റിന് ക്യാൻ ബിൽഡ് എ പോർട്ട്ഫോളിയോ ടു അപ്ലൈ ഫോർ ഡിസൈൻ കോളേജസ് ഒരു ക്രിയേറ്റീവ് ജോബ്സ്. ഇപ്പോൾ ഒരു ആർട്സിൽ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പോർട്ട്ഫോളിയോ ഉപയോഗിച്ച് ഡിസൈൻ കോളേജസോ ക്രിയേറ്റീവ് ജോബ്സിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. പോർട്ട്ഫോളിയോസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, ലൈഫ് ലോങ് ലേണിങ്ങിൻ്റെ വാല്യൂസൊക്കെ കുട്ടികളിൽ പകർന്നു നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. മിസ്റ്റേക്സ് ആർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് എന്നുള്ളത് മനസ്സിലാകും. തെറ്റുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മൈൻഡ് സെറ്റ് എന്താണ്, വളരെയധികം എസെൻഷ്യലാണ് ഫോർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സക്സസ് ബിയോണ്ട് സ്കൂൾ. അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റുമാണ്, ഒരു പ്രോസസ്സുമാണ്. ഇതെന്താണ് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്, പാസ്റ്റ് വർക്ക്. പക്ഷേ ഇതെന്തും കൂടെയാണ് ഫ്യൂച്ചർ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന, ഗൈഡ് ചെയ്യുന്നതും കൂടിയാണ്. അപ്പോൾ ഇത് സ്റ്റുഡൻസിനെ എംപവർ ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഡീപ്പർ റിഫ്ലക്റ്റീവ് ഫോം ഓഫ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, എന്താണ് പോർട്ട്ഫോളിയോ? അപ്പോൾ നമ്മൾ എന്താണ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്സ് എന്നോ ആയ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന വീക്ക്നെസ് ഓഫ് പോർട്ട്ഫോളിയോ ആണ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ കുറ്റങ്ങളും കുറവുകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും അതിന് ഒരുപാട് സെവറൽ വീക്ക്നെസ്സുകളും ലിമിറ്റേഷൻസും ഉണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ വീക്ക്നെസ് പലപ്പോഴും അതിൻ്റെ എഫക്റ്റീവ്നെസ്, റിലയബിലിറ്റി, പ്രാക്ടിക്കാലിറ്റി ഇതിനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദ മേജർ ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ് ഫോർ ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഇപ്പോൾ സ്റ്റുഡൻറ്റിനാണെങ്കിൽ കെയർഫുള്ളി ആയിട്ട് എന്ത് ചെയ്യണം, അവരുടെ വർക്കിനെ സെലക്ട് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, റിഫ്ലക്ട് ചെയ്യണം. അതൊരു കൺസിഡറബിൾ ആയിട്ടുള്ള എഫേർട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. ഇനി ടീച്ചേഴ്സിനാണെങ്കിൽ ഇതിന് ഓരോ കുട്ടിയുടെയും പോർട്ട്ഫോളിയോനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു ലാർജ് എമൗണ്ട് ഓഫ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കണം, ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത് ഒരു ലാർജ് ക്ലാസ് റൂമിലൊക്കെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആവാറുണ്ട്. രണ്ടാമത്തത് സബ്ജക്റ്റിവിറ്റി ഇവാലുവേഷനാണ്. പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ ഒരു ഹൈലി സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ ക്ലിയർ റൈറ്റ് ഓർ റോങ് ആൻസേഴ്സ് ഉണ്ടാവും. പോർട്ട്ഫോളിയോ അസസ്മെൻ്റ് എന്ന് പറയുന്നത് ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ റുബ്രിക്സും സ്കോറിംഗ് ഗൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും ടീച്ചർക്ക് ആ കുട്ടിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അപ്രോച്ച്, പേഴ്സണൽ ബയസൊക്കെ ഈ ടീച്ചറുടെ ഗ്രേഡിങ്ങിനെയും അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് റിഫ്ലക്ഷൻ, ക്രിയേറ്റിവിറ്റി ഓഫ് ഗ്രോത്തിനെയൊക്കെ ടീച്ചർ എങ്ങനെയാണ് ഗ്രേഡ് ചെയ്യുന്നത് അതിനെ ബാധിക്കാം. അപ്പോൾ ഒരു ലാക്ക് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ പലപ്പോഴും ഇൻകൺസിസ്റ്റൻറ്റ് ആൻഡ് അൺഫെയർ അസസ്മെൻറ്റിലേക്കൊക്കെ പോകാം. ഇനി ഡിഫിക്കൽട്ടി ഇൻ കമ്പയറിങ് പെർഫോമൻസ്. പോർട്ട്ഫോളിയോ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ഒരു പെർഫോമൻസ് ഓഫ് എ സ്റ്റുഡൻറ്റ് അക്രോസ് ഡിഫറെൻറ്റ് ക്ലാസ് റൂം ഓർ സ്കൂൾസ് അസസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പാരിസണിനുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം ഓരോ പോർട്ട്ഫോളിയോയും യുണിക്കാണ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്കാണ്. അപ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോനെ ഒരു കോമൺ മെട്രിക് ഇൻ സ്റ്റാൻഡർഡൈസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇവിടെ ഓവർ എംഫസിസ് അപ്പിയറൻസിലാണ് കൊടുക്കുന്നത്. അതായത് സ്റ്റുഡൻസിൻ്റെ ഫോക്കസ് ഇവിടെ എന്താണ്, ആ പ്രസൻറ്റേഷനും എസ്തെറ്റിക് ഓഫ് ദ പോർട്ട്ഫോളിയോ, അതായത് അതിൻ്റെ സൗന്ദര്യം, അതിനെ മോടി പിടിപ്പിക്കുക എന്നുള്ളതിലേക്കാണ്, റാദർ ദാൻ ആക്ച്വൽ ലേണിംഗ് കണ്ടന്റ്. അപ്പോൾ ഇതിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും ഈ ലേഔട്ട്സ് ഡിസൈൻ ചെയ്യാൻ, കളേഴ്സ് ആഡ് ചെയ്യാൻ, യൂസിങ് ഡിജിറ്റൽ ടൂൾസ് ടു മേക്ക് ദ പോർട്ട്ഫോളിയോ ലുക്ക് അട്രാക്റ്റീവ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ആ ഡെപ്ത് ഓഫ് ദി അക്കാദമിക് മെറ്റീരിയലിനെ പലപ്പോഴും അവർ എന്ത് ചെയ്യുന്നുണ്ട്, നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 5ാമത്തെ പോയിൻ്റാണ് സ്റ്റോറേജ് ആൻഡ് മാനേജ്മെൻറ്റ് ഇഷ്യൂസ്. അപ്പോൾ ഇത്രയും ഫിസിക്കൽ പോർട്ട്ഫോളിയോസ് നമുക്ക് മാനേജ് ചെയ്യണം, സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരുപാട് സ്പേസും ഓർഗനൈസേഷനൊക്കെ വേണം. ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാം, ഡാമേജ്ഡ് ആവാം, മിസ്പ്ലേസ്ഡ് ആവാം. ഇനി ഡിജിറ്റൽ പോർട്ട്ഫോളിയോസ് ആണെങ്കിലും സ്റ്റോറേജ് ഇഷ്യൂസ് കുറയ്ക്കുമെന്നെങ്കിലും അതിൻ്റെ ഓൺ ചലഞ്ചസ് ഉണ്ട്. ഇൻ്റർനെറ്റ് ആക്സസ് വേണം, ഡാറ്റ പ്രൈവസി വേണം, ടെക്നിക്കൽ സ്കിൽസിൻ്റെ അസിസ്റ്റൻസ് വേണം. അപ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഡിജിറ്റലി ലിറ്ററേറ്റ് ആൻഡ് എക്യുപ്ഡ് ആയാൽ മാത്രമാണ് ഇതിനുള്ളൊരു പോസിബിലിറ്റി ഉള്ളൂ ഡിജിറ്റലി സ്റ്റോർ ചെയ്യാം. പക്ഷേ ഡിജിറ്റൽ സ്റ്റോറേജിനും എന്തുണ്ട്, സ്പേസ് ലിമിറ്റേഷൻ വേണം. എല്ലാ സബ്ജക്ട്സിനും പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എഫക്റ്റീവ് അല്ല. മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ് ഇവിടുത്തെ ആൻസേഴ്സ് ഒക്കെ സ്പെസിഫിക് ആയിരിക്കണം, റിയൽ ടൈം പ്രോബ്ലം സോൾവിങ് ആണ്. അവിടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ആ സബ്ജക്റ്റിലുള്ള ഒരു നോളജിനെയോ അണ്ടർസ്റ്റാൻഡിങ്ങിനെയോ എക്സാക്റ്റ് ക്യാപ്ചർ ചെയ്യണമെന്നില്ല. ഈ സബ്ജക്ട്സിനൊക്കെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും ടൈംഡ് അസസ്മെൻറ്റും ഒക്കെയാണ് ബെറ്റർ ഇവാലുവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തത് ലാക്ക് ഓഫ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്.
അതായത് ഇപ്പോൾ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രേഡ് ചെയ്യാം. പക്ഷേ പോർട്ട്ഫോളിയോൻ്റെ അസസ്മെൻറ്റിന് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഡിലേഡ് ഫീഡ്ബാക്ക് ആണ് ഇത് കിട്ടുള്ളൂ. അപ്പോൾ ടൈമിൽ റെസ്പോൺസസ് ഒന്നും കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ എറേഴ്സും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റില്ല. അടുത്തത് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ. എല്ലാ സ്റ്റുഡൻറ്റും പോർട്ട്ഫോളിയോ പ്രോസസ് സീരിയസ്ലി എടുക്കണമെന്നില്ല. അപ്പോൾ ചിലർക്ക് ഇവരുടെ വർക്ക് ഓർഗനൈസ് ചെയ്യാനും റൈറ്റിംഗ് റിഫ്ലക്ഷൻസ് റൈറ്റ് ചെയ്യാനും അപ്രോപ്രിയേറ്റ് സാമ്പിൾസ് ചൂസ് ചെയ്യാനൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലെങ്കിൽ ഈ പോർട്ട്ഫോളിയോ ക്രിയേഷൻ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആവാനോ അല്ലെങ്കിൽ അവരുടെ ട്രൂ എബിലിറ്റീസിനെ മിസ്റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇനി ട്രെയിനിങ് വേണം. ടീച്ചേഴ്സിന് എന്ത് വേണം? സ്പെഷ്യൽ ട്രെയിനിങ് വേണം ഈ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിനെ ഇഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അതായത് ദേ മസ്റ്റ് ലേൺ എങ്ങനെയാണ് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റുബ്രിക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോർട്ട്ഫോളിയോ ഫെയർ ആയിട്ട് അസസ് ചെയ്യേണ്ടത്. ഈ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിൽ ഈ എൻ്റയർ പ്രോസസ്സ് എന്തായിരിക്കും? ഒരു ഫ്ലോഡ് പ്രോസസ്സ് ആയിരിക്കും അല്ലെങ്കിൽ മിസ്യൂസ്ഡ് ആയിരിക്കും. ഇനി അടുത്തത് പോസിബിലിറ്റി ഓഫ് പ്ലേജറിസം. ഇപ്പോൾ ഡിജിറ്റൽ പോർട്ട്ഫോളിയോസിൽ സ്റ്റുഡൻസ് ചിലപ്പോൾ കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ഡൗൺലോഡഡ് മെറ്റീരിയൽ ഫ്രം ഇൻ്റർനെറ്റ് വിത്തൗട്ട് പ്രോപ്പർ ആട്രിബ്യൂഷനൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ടീച്ചേഴ്സ് എന്തെന്ന് പറയുന്നത് വിജിലൻ്റ് ആയിരിക്കണം, സ്റ്റുഡൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം അക്കാദമിക് ഓണസ്റ്റിയെക്കുറിച്ചും ഒറിജിനാലിറ്റിയും. കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് വളരെ മീനിങ് റിഫ്ലക്റ്റീവ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അബൌട്ട് ദ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ദി സ്റ്റുഡൻസ് എബിലിറ്റീസ്. പക്ഷേ അതിൻ്റേതായ ചലഞ്ചസ് ഉണ്ട്. ടൈം ഡിമാൻഡ്സ് ഉണ്ട്, സബ്ജക്റ്റിവിറ്റി ഉണ്ട്, പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് മറ്റ് അസസ്മെൻറ്റ് ടൂൾസിൻ്റെ കൂടെയാണ് നമുക്ക് പോർട്ട്ഫോളിയോനെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിനൊരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് പോർട്ട്ഫോളിയോനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെൻ ബാലൻസ്ഡ് വിത്ത് ട്രഡീഷണൽ മെത്തേഡ്സ് പോർട്ട്ഫോളിയോസ് എന്താണ്? ഒരു എഫക്റ്റീവ് അസസ്മെൻറ്റ് സ്ട്രാറ്റജിയുടെ പാർട്ടാവാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. ഇനി 24th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ ഓഫ് ആൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഇപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ ഓഫ് ആൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ആൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ദാറ്റ് എൻഷുവേഴ്സ് യൂണിഫോമിറ്റി ഇൻ കണ്ടന്റ്, അഡ്മിനിസ്ട്രേഷൻ, സ്കോറിംഗ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് വളരെ റിലയബിളും വാലിഡുമായിട്ടുള്ളൊരു ടൂള് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഫെയർ ആയിട്ട് തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ലേണിംഗ് അക്രോസ് വേരിയസ് കോണ്ടെക്സ്റ്റ് മെഷർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്. അത് എന്തൊക്കെ ഇൻഷുർ ചെയ്യണം? കണ്ടൻറ്റിൽ യൂണിഫോമിറ്റി വേണം, അഡ്മിനിസ്ട്രേഷൻ, സ്കോറിംഗ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ, അതായത് ഈക്വൽ ആയിരിക്കണം, സെയിം ആയിരിക്കണം, ആ പല കുട്ടികൾക്കും പല പോലെ ആവരുത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തത് പ്ലാനിങ് ദ ടെസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം ദ പർപ്പസ് ഓഫ് ദി ടെസ്റ്റ്. ഈ ടെസ്റ്റിൻ്റെ പർപ്പസ് എന്താണ്? അപ്പോൾ ഇതെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പലതും ആവാം. ഓക്കെ, ഒരു സബ്ജക്റ്റിൻ്റെ മാസ്റ്ററി എത്രത്തോളം പാണ്ഡിത്യമുണ്ട് ആ സബ്ജക്റ്റിൽ നിന്നായിരിക്കാം, പെർഫോമൻസ് കമ്പയർ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഈ പ്ലാനിങ് ദ ടെസ്റ്റിൽ നമ്മൾ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ക്ലിയർലി ഡിഫൈൻഡ് ആണോ? ഏതൊക്കെ കണ്ടൻറ് ഏരിയാസ് ആണ് നമ്മൾ കരിക്കുലത്തിനെ ബേസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നത്? ഈ ടാർഗറ്റ് പോപ്പുലേഷൻ ഏതാണ്, ഏത് ഗ്രേഡാണ്, 8th ഗ്രേഡ് ആണോ, ഏജ് ഗ്രൂപ്പ് ഏതാണ്, അതെല്ലാം ഡിറ്റർമൈൻ ചെയ്യണം. ഇനി ടെസ്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ്, എത്ര ലെങ്ത് ആണ്, എന്ത് ഫോർമാറ്റ് ആണ്, എന്ത് ഡ്യൂറേഷൻ ആണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പയറിംഗ് എ ടെസ്റ്റ് ബ്ലൂ പ്രിൻറ്റ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ പ്രിൻറ്റ് അല്ലെങ്കിൽ ഒരു ടേബിൾ ഓഫ് സ്പെസിഫിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും കണ്ടൻറ് ഏരിയാസും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് റെപ്രസെൻറ്റേഷൻ ആണ് അവിടെ വേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബാലൻസ്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് വാട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്ലൂംസ് ടാക്സോണമിയെ ബേസ് ചെയ്തിട്ടുള്ള നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലിക്കേഷൻ, അനാലിസിസ് എക്സെട്ര. പിന്നെ ഏതൊക്കെ ടോപ്പിക് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഫ്രം ദ സിലബസ് ആണ്. അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിന് ഓവർ എംഫസിസ് ചെയ്യുന്നതോ ഒക്കെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ വാലിഡിറ്റി ഓഫ് ദ ടെസ്റ്റ്. അപ്പോൾ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ ഫുൾ കവറേജ് ചെയ്യുന്നുണ്ട്, ഈക്വൽ ഇമ്പോർട്ടൻസ് എല്ലാ ടോപ്പിക്കിനും എല്ലാ ഏരിയയ്ക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വാലിഡിറ്റി ഓഫ് ദ ടെസ്റ്റ് ത്രൂ നമ്മൾ ഉറപ്പാക്കുന്നത്. 3, റൈറ്റിംഗ് ടെസ്റ്റ് ഐറ്റംസ്. ഇപ്പോൾ ഒരു ഡ്രാഫ്റ്റ് ചെയ്യുക, ഒരു പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ മൾട്ടിപ്പിൾ ഫോർമാറ്റ്സിലായിരിക്കണം ഇത് വേണ്ടത്. ഒന്ന് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് യൂസ് ചെയ്യാം, മാച്ച് ദ ഫോളോയിങ് ആയിരിക്കാം, ട്രൂ ഓർ ഫോൾസ് ആയിരിക്കാം. അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ, എസ്സേ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം.
അവരുടെ പ്രായത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കണം, ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, പിന്നെ ഫ്രീ ഫ്രം ആംബിഗ്യൂറ്റി ആയിരിക്കും. വായിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഇനി ഇതിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തതായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ബയസ്, സ്റ്റീരിയോ ടൈപ്സ്, കൾച്ചറലി ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്. അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ യൂസ് ചെയ്തിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എക്സാമിനൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും ചില കൾച്ചറലി ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവ്യൂവിങ് ആൻഡ് എഡിറ്റിംഗ് ഐറ്റംസ്. ഇപ്പോൾ ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് തന്നെ നമുക്ക് ഇതിനെ റിവ്യൂ ചെയ്യാനായിട്ട് വരാം. ഇപ്പോൾ ടീച്ചേഴ്സ് വരാം, സബ്ജക്റ്റ് സ്പെഷ്യലിസ്റ്റ് വരാം. അവർ എന്തിനൊക്കെയാണ് ഈ ഐറ്റം നോക്കുന്നത്? ഐറ്റം ഉദ്ദേശിക്കുന്നത് വാട്ട് എവർ വി ആർ പ്രിപ്പയർഡ്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടന്റ് അക്യുറസി ആണോ, ലിംഗ്വിസ്റ്റിക് ക്ലാരിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ, ഇനി ഏതെങ്കിലും ട്രിക്കി അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടോ, ഇനി ഐറ്റംസ് എന്തെങ്കിലും റിവൈസ് ചെയ്യണോ, റിമൂവ് ചെയ്യണോ ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക്. ഇതൊക്കെയാണ് ഈ പാനൽ ഓഫ് എക്സ്പേർട്സ് റിവ്യൂ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അടുത്തത് പൈലറ്റ് ടെസ്റ്റിംഗ്. അപ്പോൾ നേരത്തെ തന്നെ 4 മാർക്സിൻ്റെ ഇത് നമ്മളൊന്ന് പറഞ്ഞതാണ്, കുറച്ചും കൂടി എക്സ്പ്ലെയിൻഡ് ആണ് ഇവിടെ. പൈലറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ പ്രിലിമിനറി വേർഷൻ, അതായത് അതിൻ്റെ ഫസ്റ്റ് വേർഷനെ വളരെ സ്മോൾ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലൂടെ എന്തൊക്കെ അസസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടോ ഇൻസ്ട്രക്ഷൻസിന്, ക്വസ്റ്റ്യൻസിന്. അതായത് ഇപ്പോൾ ഒരു ടീച്ചർക്ക് തോന്നും ഓക്കെ ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെയാണ്, ക്ലിയർ ആണെന്ന് തോന്നും. പക്ഷേ സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ അത് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. അപ്പോൾ ക്ലാരിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ, ക്വസ്റ്റ്യൻസ് ഉണ്ടോ, എത്ര ടൈമാണ് അവരെടുക്കുന്നത്, സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ഓൺ ഈച്ച് ഐറ്റം ഇവാലുവേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പൈലറ്റ് ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് എന്തെങ്കിലും പുവർ ഐറ്റംസ് ഉണ്ടോ, അതുപോലെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ, ടു ഈസി ആണോ, മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. 6th സ്റ്റെപ്പാണ് ഐറ്റം അനാലിസിസ്. അതായത് പൈലറ്റ് ടെസ്റ്റിങ്ങിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ച് ഓരോ ഐറ്റം പെർഫോമൻസിനെയും ഇവാലുവേഷൻ, ഡിഫിക്കൽറ്റി ഇൻഡെക്സ്, അതായത് പി വാല്യൂ, അതായത് പ്രൊപ്പോർഷൻ ഓഫ് സ്റ്റുഡൻസ് ആൻസറിങ് കറക്റ്റ്ലി, അതായത് എത്രത്തോളം കുട്ടികൾ ആൻസേഴ്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഐഡിയൽ റേഞ്ച് എന്ന് പറയുന്നത് 30 to 70% ആണ്. അടുത്തത് ഡി വാല്യൂ, അതായത് ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ്, എത്ര നന്നായിട്ടാണ്, ഹൗ വെൽ ആൻ ഐറ്റം ഡിഫറൻഷിയേറ്റ്സ് ബിറ്റ്വീൻ ഹൈ ആൻഡ് ലോ അച്ചീവേഴ്സ്. അപ്പോൾ ഒരു ഐറ്റം, ഒരു ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ ഒരു ഏരിയ ആവാം, അല്ലെങ്കിൽ ഒരു പോർഷൻ ആവാം, അത് ഹൈ ആൻഡ് ലോ അച്ചീവേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഇനി അടുത്തത് ഡിസ്ട്രാക്ടർ അനാലിസിസ്. ഇപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എഫക്റ്റീവ്നെസ് ഓഫ് റോങ് ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ അസസ് ചെയ്യുന്നത്. ഇപ്പോൾ പുവർലി പെർഫോമിങ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു കുട്ടികളും ആൻസർ ചെയ്യുന്നില്ല, ഒരു കുട്ടിക്കും കിട്ടാത്ത അത്തരത്തിലുള്ള ഐറ്റംസിനെയൊക്കെ നമ്മൾ റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം, ഉപേക്ഷിക്കാം. ഇനി ഫൈനൽ സെലക്ഷൻ ആൻഡ് അസംബ്ലി. അപ്പോൾ ബേസ്ഡ് ഓൺ ഐറ്റം അനാലിസിസ് ഫൈനൽ സെറ്റ് ഓഫ് ബാലൻസ്ഡ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഐറ്റംസ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഈ ടെസ്റ്റ് അസംബിൾ ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദ ബ്ലൂ പ്രിൻറ്റ്. പിന്നെ പ്രോപ്പർ സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഈസി ടു ഡിഫിക്കൽട്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ക്ലാരിറ്റി ഇൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇല്ലേ നമ്മൾ ഉറപ്പാക്കുന്നു. ഇനി എസ്റ്റാബ്ലിഷിംഗ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇൻ വാട്ട് എവർ ബി യു ആർ ഡൂയിങ്, അസസ്മെൻറ്റ്, ടെസ്റ്റ്, എക്സാമിനേഷൻ, എന്തിനും റിലയബിലിറ്റി വേണം, വാലിഡിറ്റി വേണം. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻറ്റ് റിസൾട്ട് ആയിരിക്കണം അക്രോസ് ടൈം ആൻഡ് എക്സാമിനേഴ്സ്. അപ്പോൾ ടെക്നിക്സ് ലൈക്ക് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി, ടെസ്റ്റ് ഫ്രീ ടെസ്റ്റ്, ഗ്രോയിൻ ബാഷ് ആൽഫ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ക്രോൺ ബാഷ് ആൽഫയൊക്കെ യൂസ് ചെയ്യാം. ഇനി വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് മെഷർ ചെയ്യുന്നത് വാട്ട് ഇറ്റ് ക്ലൈംസ് ടു ആണോ, കണ്ടന്റ് വാലിഡിറ്റി ഉണ്ടോ, കൺസ്ട്രക്ട് വാലിഡിറ്റി ഉണ്ടോ, ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി ഉണ്ടോ, ഇതെല്ലാം എക്സ്പെർട്ട് ജഡ്ജ്മെൻറ്റിലൂടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ കോറിലേഷനിലൂടെയും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. 9 സ്റ്റാൻഡർഡൈസിങ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്കോറിംഗ്. അപ്പോൾ യൂണിഫോം ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് വേണം നമ്മൾ അഡ്മിനിസ്ട്രേറ്റിംഗ് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇൻസ്ട്രക്ഷൻസ്, ടൈം ലിമിറ്റ്സ്, മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാം. സ്കോറിംഗ് കീസും റുബ്രിക്സും എല്ലാം പ്രിപ്പയർഡ് ആണ് ഫോർ ഒബ്ജക്റ്റിവിറ്റി എന്നുള്ളത് നോക്കാം. ലാർജ് സ്കെയിൽ യൂസിനൊക്കെ വേണ്ടി ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ ടെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ കണ്ടക്ട് ചെയ്യാം. അടുത്തത് നോം ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ നോംസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈസ് ബൈ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ടു ലാർജ് സാമ്പിൾ ഓഫ് സ്റ്റുഡൻസ്. ഈ നോംസ് എന്തിനെ ഹെൽപ്പ് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഇൻഡിവിജ്വൽ സ്കോർസിനെ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്, ഗ്രേഡ് ഇക്വാലൻസ് ഓർ സ്റ്റാൻഡേർഡ് സ്കോർ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക്കലി ഡിസൈൻഡ് ടൂളാവുന്നു. അതിനെന്തൊക്കെയുണ്ട്, അക്യുറസി ഉണ്ട്, റിലയബിലിറ്റി ഉണ്ട്, ആൻഡ് ഇറ്റ്സ് പെയർ വിച്ച് മെഷേഴ്സ് സ്റ്റുഡൻറ് ലേണിംഗ് ഔട്ട്കം. ഇനി 25th ക്വസ്റ്റ്യൻ ആണ്. താങ്ക്ഫുള്ളി ദ 2024 പീപ്പിൾ വർ സോ ലക്കി. ഇതിൽ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ഇല്ല, മാത്തമാറ്റിക്കൽ അല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പോൾ 25th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ബ്ലൂ പ്രിൻറ്റ്, അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലൂ പ്രിൻറ്റ് ഇൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ബ്ലൂ പ്രിൻറ്റിനെ നമ്മൾ ടേബിൾ ഓഫ് സ്പെസിഫിക്കേഷൻ എന്ന് വിളിക്കും. ഇതൊരു 2 dimensional ചാർട്ടാണ്. അപ്പോൾ ഇതിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് സിസ്റ്റമാറ്റിക്കലി ഔട്ട്ലൈൻ ചെയ്യും ദ സ്ട്രക്ചർ ആൻഡ് കണ്ടന്റ് ഓഫ് ആൻ അച്ചീവ്മെൻറ്റ്
ടെസ്റ്റ്. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിനെ സ്ട്രക്ചറിനെയും കണ്ടന്റിനെയും സിസ്റ്റമാറ്റിക്കലി ഔട്ട്ലൈൻ ചെയ്യുന്ന ഒരു 2-dimensional ചാർട്ടിനെ നമുക്ക് ബ്ലൂ പ്രിൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇത് എൻഷുർ ചെയ്യുന്നത് എന്താണ്? ഈ ടെസ്റ്റ് ഐറ്റംസ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പ്രൊപ്പോർഷനേറ്റ്ലി ആണ് അക്രോസ് വേരിയസ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് കണ്ടന്റ് ഏരിയാസ്. അതായത് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ വാലിഡിറ്റി എന്ന് പറഞ്ഞ സാധനമാണ്. ഇപ്പം നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യുന്നത് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ബ്ലൂ പ്രിൻ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ബ്ലൂ പ്രിൻറ്റിൻ്റെ കോമ്പണൻസിൽ ആദ്യം വരുന്നത് കണ്ടന്റ് ഏരിയാസ്. അതായത് ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ ഓരോ സിലബസിലും ഓരോ പെർട്ടിക്കുലർ ടോപ്പിക്സ് ഉണ്ടാവും, അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് കണ്ടന്റ് ഏരിയാസ്. ഇപ്പോൾ ഗ്രാമർ ആയിരിക്കാം, പോയട്രി ആയിരിക്കാം, പ്രോസ് ആയിരിക്കാം, എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണ് ഗ്രാമർ, പോയട്രി, പ്രോസ് ഒക്കെ. ഇനി ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, അതായത് കൊഗ്നിറ്റീവ് ഡൊമൈൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോളേജ്, ഇപ്പോൾ നമ്മൾ ബ്ലൂംസ് ടാക്സോണമി ബേസ് ചെയ്തിട്ടുള്ളതാണ് നോളേജ്, കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, ഇവാലുവേഷൻ, ക്രിയേഷൻ. ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ വെയിറ്റേജ്, ഇപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മാർക്സ് എന്ന് പറയുന്നതും കണ്ടന്റ് ഒബ്ജക്റ്റീവ് കോമ്പിനേഷൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ ബ്ലൂ പ്രിൻ്റ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടന്റ് ഏരിയ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, നോളേജിന് 2 മാർക്സ്, കോംപ്രിഹെൻഷന് 4 മാർക്സ്, 2 മാർക്സ്, അപ്ലിക്കേഷൻ 4 മാർക്സ്, 6 മാർക്സ്, ടോട്ടൽ മാർക്സ് 10. അതായത് ഈ ഓരോന്നിനും ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷേ ടോട്ടൽ മാർക്സ് ചാപ്റ്റർ 1 നിന്ന് എന്തായിരിക്കണം? 10 ആയിരിക്കണം. ചാപ്റ്റർ 2 നിന്നും 10 ആയിരിക്കണം. ടോട്ടൽ നമ്മൾ ഈ ഒരു ബ്ലൂ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന 20 മാർക്സിനാണ്. ഇനി എന്താണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലൂ പ്രിൻ്റ് ഇൻ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ? അതായത് കണ്ടന്റ് വാലിഡിറ്റി ഉറപ്പാക്കുന്നു. അപ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റ് കൺഫേം ചെയ്യുന്നതാണ് ഈ ടെസ്റ്റ് എല്ലാ ഇൻറ്റൻഡ് ടോപ്പിക്സിനെയും ഒബ്ജക്റ്റീവ്സിനെയും കവർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അണ്ടർ റെപ്രസെൻറ്റേഷനോ ഓവർ റെപ്രസെൻറ്റ്, ഇപ്പോൾ ചാപ്റ്റർ 1 തന്നെ 15 മാർക്സ് ഇട്ടിട്ട് ചാപ്റ്റർ 2 5 മാർക്സിലിടുന്ന ഒട്ടും എത്തിക്കലല്ല. കാരണം കുട്ടികൾ എല്ലാം ഈക്വലി പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ പിന്നീടുള്ള ടെസ്റ്റിനൊക്കെ ഒരു ചാപ്റ്റർ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പോൾ ഈക്വലായിട്ട് എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററിലും കുട്ടികൾ പഠിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് അവർക്ക് വേണം. അപ്പോൾ ഈ ബ്ലൂ പ്രിൻ്റ് കൺഫേം ചെയ്യുന്നത് എല്ലാ ഇൻറ്റൻഡ് ടോപ്പിക്സും ഒബ്ജക്റ്റീവ്സും കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അണ്ടർ റെപ്രസെൻറ്റേഷനും പാടില്ല, ഓവർ റെപ്രസെൻറ്റേഷൻ ഓഫ് എനി ഏരിയയും പാടില്ല. അതായത് ഒരു ഫെയർ കവറേജ് ഓഫ് ദി സിലബസ് ആണ് ഇവിടെ എൻഷുർ ചെയ്യുന്നത്. 2, മെയിൻറ്റെയിൻസ് ബാലൻസ്. ഇപ്പോൾ ബ്ലൂ പ്രിൻ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു അപ്രോപ്രിയേറ്റ് ബാലൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിഫിക്കൽറ്റി ലെവൽസ് ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈസി ഉണ്ടാവാം, അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ തമ്മിലൊരു ബാലൻസ്ഡ് അപ്രോച്ചാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലോവർ അല്ലെങ്കിൽ ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസിനോട് ഏതെങ്കിലും ടീച്ചർക്ക് ഒരു എന്താ പറയുക ഒരു ചായ്വുണ്ടെങ്കിൽ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ പ്രിൻ്റ് യൂസ്ഫുൾ ആയിരിക്കും. ഇനി സപ്പോർട്ട്സ് ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ്. അപ്പോൾ ബൈ സ്പെസിഫൈങ് ദ ടൈപ്പ് ആൻഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ഈച്ച് കാറ്റഗറി ബ്ലൂ പ്രിൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വാലിഡ് മിക്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഉണ്ട്. ഇതിൽ MSQs ഉണ്ട്, ഷോർട്ട് ആൻസർ ഉണ്ട്, essay ഉണ്ട്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് അസസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ essay മാത്രമാണെങ്കിൽ നമുക്ക് ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽസ് മാത്രമേ ഒരു കുട്ടിയുടെ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി MSQ മാത്രമാണെങ്കിൽ ഒബ്ജക്റ്റീവ് നോളജ് മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആകുമ്പോൾ നമുക്ക് അവിടെ അസസ്മെൻറ്റിൽ തന്നെ ഒരു ഒബ്ജക്റ്റിവിറ്റി വരും എന്നാണ് പറയുന്നത്. അടുത്തത് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇംപ്രൂവ് ചെയ്യും. ഒരു ക്ലിയർ ഫ്രെയിംവർക്ക് കൊടുക്കുന്നുണ്ട് ഫോർ ബോത്ത് ദ ടീച്ചേഴ്സ് ആൻഡ് ദി സ്റ്റുഡൻസ് വിച്ച് ദേ ക്യാൻ റെഫർ ടു. ഇറ്റ് എൻഹാൻസസ് ട്രാൻസ്പെറൻസി ഇൻ ഹൗ അസസ്മെൻറ്റ്സ് ആർ പ്ലാൻ. അസസ്മെൻറ്റ് പ്ലാൻ ചെയ്തതിൽ ഒരു ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നുണ്ട്, ഒരു ക്ലിയർ ഫ്രെയിംവർക്ക് കൊടുക്കുന്നുണ്ട്. ഗൈഡ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ. ബ്ലൂ പ്രിന്റ് സെർവ്സ് ആസ് എ ഗൈഡ് ഫോർ ടെസ്റ്റ് setters, ensuring systematic development and proper sequencing of questions. Sixth one is that it facilitates moderation and review. അപ്പോൾ ടെസ്റ്റ് പേപ്പേഴ്സ് റിവ്യൂ ചെയ്യുമ്പോൾ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ടു കൺഫേം ഇഫ് ഓൾ ദ ലേണിംഗ് ഔട്ട്കംസ് ആർ അഡ്വക്കേറ്റ്ലി അസസ്ഡ്. പിന്നെ സബ്ജക്റ്റിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഫൈൻഡ് ആയിട്ടുള്ള വെയിറ്റേജസും സ്ട്രക്ചറും ഉള്ളതുകൊണ്ട് ടെസ്റ്റ് കൂടുതൽ ഒബ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ എന്തിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്? സബ്ജക്റ്റിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ പ്ലാനിങ് ടൂൾ ഇൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ആണ്. അത് ബ്രിഡ്ജ് ചെയ്യുന്നത് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ കരിക്കുലം ഗോൾസ് ആൻഡ് അസസ്മെൻറ്റ് പ്രാക്ടീസസ് ആണ്. ensuring that the student evaluation is purposeful, fair and aligned with instructional objectives. Without a blueprint, a test may become imbalanced or invalid. That means affecting the reliability of results and the student learning outcomes. So, that's 2024 paper. The complete discussion is over here.